وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ, മറ്റു സ്നേഹനിധികളായ മുത്തഅല്ലിമീൻ സുഹൃത്തുക്കളെ, സത്യദീനിന്റെ ധീരവീര ചരിത്രത്തിലെ ആത്മസമർപ്പണത്തിന്റെ തങ്കത്താളുകൾ എഴുതി ചേർത്ത മഹാമനുഷ്യർ, രണഭൂമിയിൽ തങ്ങളുടെ ചെഞ്ചോര കൊണ്ട് ചെഞ്ചായമണിയിച്ച പരിശുദ്ധാത്മാക്കൾ, അവരുടെ നിറമണിഞ്ഞ ചരിത്ര പുസ്തകത്താളുകളിൽ നിന്നും ഒരു ഏട് മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു വെക്കുന്നത്. ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേര് അടർക്കളത്തിലെ പടക്കുതിര. അതെ, അടർക്കളത്തിലെ പടക്കുതിര. അഹദോന്റെ തിരുനാമം മൊയന്തും കൊണ്ട് വീടത്തിൽ അഹ്മദ് നബിയോരിൽ സലാമൂരേറ്റ് കഥകൾ പറയട്ടെ അനുജരിൽ അഹ്ലുൽ ബൈത്തിൽ. അഹദോന്റെ തിരുനാമം മൊയന്തും കൊണ്ട് വീടത്തിൽ അഹ്മദ് നബിയോരിൽ സലാമൂരേറ്റ് കഥകൾ പറയട്ടെ അനുജരിൽ അഹ്ലുൽ ബൈത്തിൽ. പതിപോലെ ചിന്താഭാഗമായാണ് മദീന ഉറക്കമുണർന്നിട്ടുള്ളത്. എന്തോ പന്തികേട് സംഭവിച്ചിട്ടുള്ളത് പോലെ, എന്തോ പ്രതികാരദാഹമാണല്ലോ എല്ലാവരുടെയും സംസാരത്തിൽ നിന്നും വ്യക്തമാകുന്നത്. എന്താണ് സംഭവിക്കുന്നത്? അതാ അങ്ങോട്ട് നോക്കൂ. മസ്ജിദ് നബിയുടെ ഓരത്തെ ചിന്തയിലാണ്ടിരിക്കുന്നത് ജാഫർ ബിൻ അബീ താലിബ് തന്നെയല്ലേ? പുണ്യനബിയുടെ എല്ലാമായിരുന്ന അബൂ താലിബിന്റെ മകൻ, വീരനും ധീരനുമായ അലിയാർ തങ്ങളുടെ പ്രിയ സഹോദരൻ, റസൂലാണെന്ന് തോന്നിപ്പോവും. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കാതോർക്കാം. പരിശുദ്ധ റസൂലിന്റെ തിരുസത്യം പിടുത്താനെ ബസറേ ചെന്നോരെ, അവിടെ പരിപൂർണ മതത്തിന്റെ തിരുസത്യം പരത്താനെ അയച്ചൊരു പൊന്നാരെ, അവരെ സുഹറബിൽ കൊന്നാരെ. പരിശുദ്ധ റസൂലിന്റെ തിരുസത്യം പിടുത്താനെ ബസറേ ചെന്നോരെ, അവിടെ പരിപൂർണ മതത്തിന്റെ തിരുസത്യം പിടുത്താനെ അയച്ചൊരു പൊന്നാരെ, അവരെ സുഹറബിൽ കൊന്നാരെ. അതെ, ആദരവായ റസൂലുള്ളാഹിന്റെ വിശുദ്ധ പ്രസ്ഥാനമായ ഇസ്ലാമിനെ ബസ്രയിൽ പ്രചരിപ്പിക്കാനെത്തിയ ഹാരിസ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ശുർഹബിൽ നിന്നും എണീറ്റ് കൊന്നു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ ഹാരിസ് ഇനി ഒരിക്കലും നമ്മളിലേക്ക് കടന്നു വരികയില്ല. നമ്മുടെ ഹാരിസ് ഇനി ഒരിക്കലും നമ്മിലേക്ക് കടന്നു വരികയില്ല. ഇല്ല, ഞാൻ അവനെ വെറുതെ വിടുകയില്ല. അണപ്പൊട്ടുന്ന കണ്ണീർ കണങ്ങൾക്കിടയിലും ജാഫർ ബിൻ അബീ താലിബ് പുലിക്കുട്ടിയെ പോലെ ചീറിപ്പാഞ്ഞു. മദീനയിൽ ഒരു യുദ്ധകാഹളം മുഴങ്ങാൻ നിൽക്കുകയാണ്. സ്വഹാബത്തിന്റെ രക്തം തിളച്ചു മറിയുകയാണ്. 3000-ഓളം വരുന്ന രണവീരന്മാർ റസൂലുള്ളാഹിന്റെ വാക്കുകൾക്ക് കാതോർക്കുകയാണ്. അതെ, റസൂലുള്ളാഹിക്ക് എന്താണ് പറയാനുണ്ടാവുക? തിരുത്തോഹ നബിയുള്ളാഹ് മറൈ സ്വഹാബത്തോരേ, ലോകം ജയിക്കുവാനഖിലവും രചിച്ചുള്ളോരേ. തിരുത്തോഹ നബിയുള്ളാഹ് മറൈ സ്വഹാബത്തോരേ, ലോകം ജയിക്കുവാനഖിലവും രചിച്ചുള്ളോരേ. സൈനുബിന് ഹാരിസ് മുന്നിൽ നിന്ന് ജഫർ അബ്ദുള്ള പിന്നെ ചെന്ന് എതിരാടാടും പിന്നീട് ചെന്നിടാൻ ഫിർദൗസിൽ കനിയണം റഹീമായോനേ. ചേലോരെ ദീനിനെ നിർത്തണം റഹീമായോനേ. സെയ്ദ് ബിൻ ഹാരിസിന് എന്തെങ്കിലും സംഭവിച്ചാൽ സൈന്യത്തിന്റെ നേതൃത്വം ഞാൻ ഏറ്റെടുക്കണം. ഞാൻ തന്നെ. അല്ലാഹുവേ, നിന്റെ ദീനിന് കാവൽ നൽകാൻ ആരംഭപ്പൂവായ റസൂലുള്ളാഹി എന്നെ ഏൽപ്പിച്ചു. അൽഹംദുലില്ലാഹ്. ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ കൽബകം ആനന്ദത്താൽ കുളിർക്കുകയാണ്. ആനന്ദത്താൽ കുളിർത്തു. എത്രയും പെട്ടെന്ന് യാത്ര തിരിക്കണം. എന്റെ
എന്റെ പ്രിയതമയോട് ഇവിടെ ചോദിക്കണം. എന്റെ അസ്മാ അവൾ ഒരു പാവമാണ്. ജീവിതത്തിന്റെ മതി നുകരുന്ന വസന്തരാവുകളേറെയൊന്നും അവൾ അനുഭവിച്ചിട്ടില്ല. അല്ലാ, എന്റെ പൊന്നുപോൾ ഒരു ദിവ്യ സ്വപ്നം പോലും എല്ലാം ഇവിടെ അസ്തമിച്ചു ഒടുങ്ങുകയാണല്ലോ. അവൻക്ക് ഇനി ആരാണ് തമ്പുരാനെ ഒരുങ്ങുന്ന കണ്ണുകളോടെ ജഅഫർ ബിൻ അബീ ത്വാലിബ് വീട്ടിൽ എത്തിയത് അറിഞ്ഞില്ല. എല്ലാം കണ്ണും കേട്ടും അസ്മാ ബീവി പടിവാതിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം അവളെ മാറോട് അണച്ചു പിടിച്ചു. അസ്മാ, മോളെ അസ്മാ, വരട്ടെ മോളെ, നമുക്ക് ഒരുമിച്ചുകൂടാം. ആ നല്ല നയനങ്ങൾ നിറഞ്ഞൊഴുകി കണ്ണുനീർ തുള്ളികൾ തുറച്ചുകൊണ്ട് തന്റെ പടക്കുതിരക്ക് മുകളിൽ ചാടിക്കയറാൻ ഒരുങ്ങുമ്പോൾ പിന്നിൽ നിന്നും ഒരു വിളി, ഉപ്പാ. അതാ മനസ്സിൽ പാഞ്ഞു കയറി. തന്റെ പിഞ്ചോമനയെ വാരിപ്പുണർന്ന് എല്ലാം മറന്ന ഒരു നിമിഷം. അങ്ങനെ നിൽക്കുമ്പോൾ ആ പടവാൾ കയ്യിലെടുത്ത് ആ ധീര വനിത പറയുകയാണ്, പോണം പ്രിയനേ നീ അടർക്കളത്തിൽ, പടച്ചോൻ വിളിക്കുന്നുണ്ടതിശയത്തിൽ. പോണം പ്രിയനേ നീ അടർക്കളത്തിൽ, പടച്ചോൻ ക്ഷണിക്കുന്നുണ്ടതിശയത്തിൽ. മൂത്തതിന്റെ അടർക്കളം ലക്ഷത്തോളം ശത്രുക്കൾ പരാവാരം പോലെ പരന്നു കിടക്കുകയാണ്. ശത്രുവിന്റെ അംഗബലം മുസ്ലിം സൈന്യങ്ങളെ തളർത്തിയില്ല. വിശുദ്ധ പതാകയുമേന്തി സെയ്ദ് ബിൻ ഹാരിസ് മുന്നിൽ നിന്ന് പടനയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാൾ ഉയർന്നും താഴ്ന്നും കൊണ്ടിരുന്നു. നിർഭാഗ്യവശാൽ മഹാനവറുകളുടെ മുന്നേറ്റം ഏറെ നേരമൊന്നും നിലനിന്നിരുന്നില്ല. ഇന്നാലില്ലാ, അപ്രതീക്ഷിതമായി വെട്ടേറ്റുകൊണ്ട മഹാനവറുകൾ രക്തത്തിൽ കിടന്ന് കുളിക്കുമ്പോൾ ആ വിശുദ്ധ പതാക തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അല്ലാഹു അക്ബർ എന്ന് അമരധ്വനി മുഴക്കിക്കൊണ്ട് ഇരകണ്ട സിംഹത്തെ പോലെ ജഅഫർ ബിൻ അബീ ത്വാലിബ് ശത്രുപാളയത്തിലേക്ക് ഇരച്ചു കയറി. തലങ്ങും വിലങ്ങും നോക്കി വെട്ടി. ശത്രുവിന്റെ തല അന്തരീക്ഷത്തിൽ കരിയിലെ പോലെ പാറി നടന്നു. എന്നിട്ടോ വമ്പുറ്റ ജഅഫർ റളിയല്ലാഹു ചാടിയുയർന്ന് തകർക്കുന്നേ. വെള്ളം തിരുമഹമൂദിൻ തൃക്കോടി ഇട്ട് ചവിട്ടുന്ന ധാരട. വമ്പുറ്റ ജഅഫർ റളിയല്ലാഹു ചാടിയുയർന്ന് തകർക്കുന്നേ. വെള്ളം തിരുമഹമൂദിൻ തൃക്കോടി ഇട്ട് ചവിട്ടുന്ന ധാരട. അല്ലാ, ഒരു കബാലിയുടെ വെട്ടേറ്റ് ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ വലത് കൈ ഉറ്റി വീണു. സുബ്ഹാനല്ലാഹ്, അധികം താമസിക്കാതെ ഇടത് കൈയും മുറിഞ്ഞൊതുങ്ങിയിരിക്കുന്നു. ഇല്ല, എന്റെ വലത് കൈ വെട്ടിട്ട് ഇടത് കൈ മുറിച്ചിട്ടും എന്റെ റസൂലുള്ളാഹിന്റെ പതാക നിലത്തിട്ട് ചവിട്ടാൻ ഒരു ധിക്കാരിയെയും ഞാൻ അനുവദിക്കുകയില്ല. എന്റെ പകുതി ഛേദിക്കപ്പെട്ട രക്തമുറ്റുന്ന വേദനകൾക്കിടയിലും ആ വിശുദ്ധ പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ ധീരയോദ്ധാവ് സധൈര്യം നിലകൊണ്ടു. കലിതുള്ളിയ ശത്രുക്കൾ അദ്ദേഹത്തെ കുടിച്ചു കുടഞ്ഞു. ശത്രുവിന്റെ ഭാഗത്തു നിന്നുള്ള ചാട്ടുളി ആ വീരപുരുഷ പരാക്രമിയുടെ മാറിടത്തിൽ നടുക്കെ പിളർത്തി. ആ രക്തം പൂപൊട്ടിയ പോലെ പുറത്തേക്ക് ചിതറിത്തെറിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പതുക്കെ അനയനങ്ങൾ അടഞ്ഞു. മാലാഖമാർക്കൊപ്പം ആ പരിശുദ്ധ ആത്മാവ് സ്വർഗലോകത്തേക്ക് മറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മയ്യത്ത് മയ്യത്ത് മുന്നിൽ ബാപ്പ മയ്യത്ത്. മയ്യത്ത് മയ്യത്ത് മുന്നിൽ ബാപ്പ മയ്യത്ത്. യതീമായി തീർന്നു പൂമോൻ ആഞ്ഞുവിഷം മുതൽ കണ്ണീരിൽ. ആഞ്ഞുവിഷം മുതൽ കണ്ണീരിൽ. മയ്യത്ത് മയ്യത്ത് മുന്നിൽ ബാപ്പ മയ്യത്ത്. മയ്യത്ത് മയ്യത്ത് മുന്നിൽ ബാപ്പ മയ്യത്ത്. യതീമായി തീർന്നു പൂമോൻ ആഞ്ഞുവിഷം മുതൽ കണ്ണീരിൽ. ആഞ്ഞുവിഷം മുതൽ കണ്ണീരിൽ. പുതുതലമുറക്ക് പാഠമാകാൻ സത്യദീനിനെ ലോകത്ത് നിലനിർത്താൻ വേണ്ടി മൂത്തതിന്റെ പടർക്കളത്തിൽ തന്റെ ചെഞ്ചോരയെ വിതറിപ്പിച്ച മഹാനവരുടെ കുടക്ക് കീഴിൽ അല്ലാഹു നമ്മെ ഒരുമിച്ചു മാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ കഥാപ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.